ഹലോ ഗായ്സ്, നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു പാർട്ടായിട്ടാണ്. ഗായ്സ്, എൻ്റെ സ്ക്രീൻ റെക്കോർഡർ വർക്കാകാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടായിരുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് 7-8 ദിവസമായിരുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റിയ 77 ദിവസമായിരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഒരു ഷെയ്ഡർ ഇട്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ ഡ്രസ്സിൻ്റെ പുറകിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. നമ്മളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഗായ്സ്, ഇതാണ് അപ്പോൾ എൻ്റെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഗായ്സ്, പിന്നെ ഇത് മൊത്തം ഞാൻ ഈ കോബിൾ സ്റ്റോൺ വെച്ചാണ് ഇരിക്കുന്നത്. പണി ലാഭമാണോ? ഒരു മിനിറ്റ് കാര്യം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പെട്ടി വരുന്നത്. ഈ പെട്ടിക്ക് അത് കുറേ സ്റ്റാക്ക് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് മൈൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്ന് ശരിക്കും കാണിച്ചു തരാം. ഇപ്പം നിങ്ങളെ ഇപ്പോൾ ഈ സൈഡിൽ ലാവയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ ഈ ലാവയ്ക്കകത്ത് ഇതുവരെ കത്തിപ്പോയി. ഇതുപോലെ എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു പ്ലേസിൽ നിന്ന് ലാഭ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പോഴത്തെ സ്റ്റേഡിയം ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. കണ്ടോ? ഇതുപോലെ ഈ സൈഡ് മൊത്തം സ്റ്റെപ്പ് വെച്ചിട്ട് ഈ സ്റ്റെപ്പിന് ഇപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റ് ആവുന്നത്. അപ്പം ഞാൻ ഈ സംഭവം മൊത്തത്തിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. ഈ വീഡിയോയ്ക്കകത്ത് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഓഡിയോ ഇല്ല. ഈ ഓഡിയോ ഇല്ലാതെ എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. ഗായ്സ്, ഞാൻ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബക്കറ്റ് വാട്ടർ ഇവിടുന്ന് ഒഴിച്ച് ആ സൈഡിലായിട്ട് സൈൻ ബോർഡ് വെച്ച് വാട്ടർ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിച്ചു തരാം. ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. ഗായ്സ്, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ സൈനിങ് ബോർഡ്. ഞാൻ പിന്നെ ഈ കോപ്പർ ഉണ്ടാക്കി. ഗായ്സ്, പിന്നെ ഈ കോപ്പറൊക്കെ ഉണ്ടാക്കാനുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അവിടെ മൊത്തം ഒഴിച്ച് വർക്ക് എനിക്ക് കുറേ അയൺ കിട്ടിയായിരുന്നു. ഞാൻ അയൺ വെച്ച് ആർമർ കുറേ ഉണ്ടാക്കിയതായിരുന്നു. ഫസ്റ്റ് ഞാൻ വേറൊരു ക്യാരക്ടറിനാണ് ഇട്ടത്. ആ ക്യാരക്ടർ ഇതിൽ നിന്നുകൊണ്ട് ചേഞ്ച് ചെയ്യപ്പോൾ എൻ്റെ ആർമർ മൊത്തം പോയി. ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ സ്ലാബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഐറ്റം ഡ്രോപ്പ് ചെയ്യുമ്പം അവിടെ കറക്റ്റ് എത്തുമെങ്കിൽ ഇത് വർക്കിംഗ് ആയി. ഇപ്പോൾ കാണിച്ചു തരാം. ഗായ്സ്, അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും കറക്റ്റ് അവിടെ എത്തുമെന്ന് അറിയണ്ടേ. അതാ എത്തി. അപ്പോൾ ഈ സാധനം വർക്കിംഗ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇത്രത്തോളം വിശ്വസിക്കാം. ഗായ്സ്, പിന്നെ ഇതുപോലൊക്കെയാണ് ഞാൻ എൻ്റെ ഇൻവെൻട്രി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനൊക്കെ മുമ്പ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഷീൽഡ് എടുത്തിട്ട്, ഷീൽഡ് ഇപ്പോൾ ആദ്യം പൊട്ടാറായി. നമുക്കിനി വേറെ സ്ഥലത്തോട്ട് പോകാം. എനിക്ക് ബ്ലോക്ക് നോക്കട്ടെ. സ്ലാബ് വെച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടാണ് അടുത്ത സ്പെഷ്യാലിറ്റി. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. ഇതുണ്ട് ഗ്ലാസ് വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ വില്ലേജർ ബ്രീഡർ ഫാം. ഞാൻ വില്ലേജറെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പണിയാണ്. ഇതിനിവിടെ ബ്രീഡ് ആക്കാൻ വേണ്ടി എനിക്ക് ക്യാരറ്റ് വേൾഡ് എനിക്ക് കിട്ടിയിട്ടില്ല വില്ലേജിൽ നിന്ന്. അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് ക്യാരറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൊത്തം കിടന്നപ്പോൾ ക്യാരറ്റ് കിട്ടില്ല. പിന്നെ ഫോണിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് പൊട്ടാറ്റോ വെച്ചും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇനി താഴോട്ട് ഇനിയും ഇവിടെ കുഴിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ഗൈസ്, കറക്റ്റ് എത്ര ബ്ലോക്കാണ് എണ്ണാൻ വേണ്ടി. ഗൈസ്, ഇപ്പോൾ 1 2 3 4 5 6 ബ്ലോക്ക് ഒഴിച്ചിട്ടുണ്ട്. 7 ഇതിക്കുള്ള ഒരു 2 ബ്ലോക്ക് കൂടെ വേണം വെള്ളം ഒഴിക്കാൻ. ഇതേ നമുക്കിപ്പോൾ ഈ വാട്ടർ ബക്കറ്റിൽ നിന്ന് വാട്ടർ എടുത്ത് ഒഴിക്കാം. ക്ലിക്ക്. ഓക്കെ, വാട്ടർ ഇനി 1-2 ബ്ലോക്ക് കൂടെ ബാക്കിലോട്ട് വരെ ഈ വെള്ളം സ്റ്റോപ്പ് ആവത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റോപ്പ് ആവുന്ന വരെ ഇങ്ങനെ കുഴിച്ച് പോകണം. കാണിച്ചു തരാം. ഈ ബ്ലോക്കിലാണ് ഇത് നിൽക്കുന്നത്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് ഒഴിക്കാം. ഇനി ഇവിടെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മണ്ടക്കോട്ടൊന്ന് കയറട്ടെ ഞാൻ ആദ്യം. അപ്പോൾ ഇച്ചിരി ബ്ലോക്കിൻ്റെ ഹൈറ്റ് വ്യത്യാസമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ വില്ലേജർ ഡ്രോപ്പായി ഇവിടെ വീഴുന്നത്. മണ്ടക്കോട്ട് കയറാം. ഇവിടെ ആദ്യം ഒരു ബ്ലോക്ക് കൂടെ വെച്ചേക്കട്ടെ. പൊട്ടിക്കട്ടെ. ഇപ്പം ഇതിനകത്തോട്ട് കയറി കാണിക്കാം. കണ്ടോ? എങ്ങനെ ആയാലും വില്ലേജർ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇത് നമ്മളിപ്പോൾ വെച്ച ബ്ലോക്കാം. ഇല്ലെങ്കിൽ ഇത് ഇവിടെ വരെ കറക്റ്റ് വരത്തുള്ളൂ. ഒരു ബ്ലോക്ക് കൂടെ പൊട്ടിച്ചാൽ മണ്ടക്കോട്ട് എത്തി.
അപ്പോൾ ഇവിടുന്നാണ് ഞാൻ ഇനിയും എൻ്റെ അയൺ ഫാമും അതുപോലെ പാതി ഫാമും ഒക്കെ പണിയുമ്പോൾ അതിനകത്തുനിന്ന് വില്ലേജർ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇനി ട്രാപ്പ് ഡോർ ഒന്ന് അകത്തോട്ട് കയറട്ടെ. ഇരുന്നിട്ട് മാറി അകത്തോട്ട് കയറി ട്രാപ്പ് ഡോർ നേരെ വെച്ച്. ഇതാണ് ഗായ്സ് എൻ്റെ പൊട്ടറ്റോയുടെയൊക്കെ അവസ്ഥ. പാതിയും വളർന്നിട്ടില്ല. ഞാനിതൊക്കെ ബോൺമീലൊക്കെ വെച്ചിട്ട് ഇവിടെ നട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ കൂടി തന്നെ ഈ പൊട്ടറ്റോ ഫുള്ള് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ വീഡിയോയ്ക്ക് മുമ്പൊക്കെ ഞാൻ പാതിയും റെഡിയാക്കി വെച്ചതായിരുന്നു. ഗായ്സ് ഈ ട്രാപ്പ് ഡോർ വെച്ചൊന്ന് തെറ്റിപ്പോയോ എന്ന് സംശയം. തെറ്റിപ്പോയി. എന്തായാലും ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കയ്യിലോട്ട്. എന്തോ പൊട്ടി. അതിനകത്തോട്ട് ഞാനും വീണു. ഞാനിനി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഗായ്സ് നമ്മളങ്ങനെ ഈ ബ്ലോക്ക് കൂടെ വെച്ചപ്പോൾ മൊത്തത്തിൽ ടോപ്പിലെത്തി. ഗായ്സ് ഇനി ഞാൻ ഇവിടുത്തെ ഈ ട്രാപ്പ് ഡോർ ഒന്ന് സെറ്റാക്കട്ടെ. ഇതിൻ്റെ അടുത്തൊന്ന് പോയി നിന്നിട്ട് ഡയറക്റ്റ് ബ്ലോക്കിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് എൻ്റെ ഫാൻസ് അങ്ങനെ ഇതിൽ കൂടെ വന്നാൽ എന്നെ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് ഇരുന്നിട്ട് ബ്ലോക്ക് പൊട്ടിക്കണം. ട്രാപ്പ് ഡോർ ഓൾമോസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വെക്കണം. എൻ്റെ സൈഡിലോട്ട് ഇത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അത് സെറ്റാക്കി അങ്ങനെ. ഇനി ഈ ട്രാപ്പ് ഡോറിനകത്തോടെ ബേബി വില്ലേജേഴ്സിന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ഇങ്ങനൊന്ന് ഇതിൻ്റെ മണ്ടക്കോട്ടം ചാടി കയറാൻ പറ്റും. ഞാൻ കയറിയിട്ടുണ്ട് തോന്നി. ഇതുപോലൊരു മണ്ടത്തരം എനിക്ക് എപ്പോഴും പറ്റാറുള്ളത്. ഇതുപോലെ ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ എപ്പോഴേലും പറ്റും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇപ്പോൾ ഞാൻ താത്തിയും തുറന്നും കളിക്കാൻ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഇപ്പം എല്ലാം വർക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ഈ ബ്ലോക്ക് കൂടെ ഒന്ന് ശരിയാക്കണം. ഇതുവഴിയാണ് നമ്മുടെ ഈ ബേബി വില്ലേജസ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിൽ ബെഡ് വെക്കാനാണ്. ഞാൻ ഇപ്പം കാണിച്ചാൽ ഇതിൽ കൂടി നമുക്ക് മാത്രമേ ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒന്ന് അടച്ചിട്ട് ഒന്ന് നേരെ അടച്ചിടട്ടെ. ഇല്ലെങ്കിൽ ഇതിനകത്ത് സോംബി എന്തെങ്കിലും ഒന്ന് കയറിയാലോ. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഇത്രയും ബ്ലോക്കിനകത്ത് നമ്മൾ ബെഡ് വെക്കുന്നു. ഗൈസ് നമ്മളതിനകത്തോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള മൊത്തം വലുതും നമ്മൾ പൊട്ടിച്ചെടുക്കണം. അതുകൊണ്ട് മൂട്ടിൽ തന്നെ വേണം നിൽപ്പുണ്ടായിരുന്നു. ഈ ബ്ലോക്കിനകത്തുള്ള ഇതോടെ പൊട്ടിച്ചിട്ട് ഫായും കൊണ്ട് പൊട്ടിയില്ല. ഇനി ഇങ്ങ് അറ്റത്ത് ദോണ്ട ഒരു ബ്ലോക്കിനകത്ത് പിന്നെ ഇനി തോണ്ടെടുത്ത് ഇപ്പോൾ തിന്നേനെ മൊത്തത്തിൽ ഇതുകൂടെ പൊട്ടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുപോലെ മണ്ടത്തരം എപ്പോഴേലും കാണിക്കുന്നു ഞാൻ. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഒരു മിനിറ്റ് സെറ്റിങ്സ് കയറിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓഫാക്കട്ടെ. ഇതിൽ മൊത്തം ഞാൻ ഇന്ന് പൊട്ടിച്ച് കളയും. ആദ്യം ടച്ചിനകത്ത് കയറിയിട്ട് D-pad എന്നിട്ട് ഒരു മ്യൂസിക് ഗെയിം ഇപ്പം എല്ലാം ശരിയായി. പിന്നെ ഇവിടെ എങ്ങാണ്ട് ഏതോ ഒരു സൈഡ് ഇതുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് കിട്ടി. ഈ ബ്ലോക്കും കിട്ടി. പിന്നെ ഇനി ഇവിടെ ഇതുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം ഇതും പൊട്ടിച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണെന്ന് തോന്നുന്നു. ഇതുകൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ്. അപ്പം നമുക്ക് നേരെ നട്ടേക്കാം. 1 2 3 4 5 വീണ്ടും പറ്റി 6 ആറാമത്തേതാണല്ലോ ലാസ്റ്റിലത്തെ തോന്നുന്നു. 6 7 അപ്പോൾ ഇത്ര ഉള്ളത് ഫുള്ള് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മണ്ടത്തരം പറ്റുമെന്ന്. ഇപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ വളർന്നു നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫാമിനകത്തുള്ള വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഈ സൈഡിൽ നമ്മൾ ബെഡ് വെക്കും. ഈ സൈഡിലല്ല സൈഡിലോട്ട് ഇറക്കി വെക്കും. ഇതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്തോട്ടങ്ങാണ് അവർ കയറി അത് പണിയാം. രാവിലെ ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഷെയ്ഡർ പാക്ക് നല്ലോണം വർക്കിങ്. ഗായ്സ് ഇതാണ് നമ്മുടെ ടുട്ടു. എന്തായാലും അവനവിടെ നിൽക്കട്ടെ. ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതാണ് വരെ. ബായ്.